നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വീഴ്ചകൾക്കെതിരെ സിജെപിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന ജനകീയ പ്രതിഷേധം നരേന്ദ്രമോദി ഭരണകൂടത്തെ തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനപ്പുറം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ അമർഷം ഇറുമ്പിയ ഈ സമരം കേന്ദ്രമന്ത്രിമാരെ പോലും ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ നിർബന്ധിതരാക്കി. പ്രതിഷേധം അടിച്ചമർത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലുള്ള ഡൽഹി പോലീസ് അഴിച്ചുവിട്ട കൊടും ക്രൂരതകളും ലാത്തിചാർജും പെല്ലറ്റ് പ്രയോഗങ്ങളും ജന്തർ മന്ദിറിനെ ചോരക്കളമാക്കിയെങ്കിലും ആ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ പ്രതിപക്ഷവും വിദ്യാർത്ഥികളും നടത്തിയ ശക്തമായ പോരാട്ടമാണ് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായത്. ജന്തർ മന്ദിറിലെ തെരുവുകളിൽ പോലീസ് കാണിച്ച അതിക്രമങ്ങൾ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ തത്സമയം ലോകത്തിന് മുന്നിലെത്തിക്കുകയായിരുന്നു. തങ്ങൾ നേരിട്ട മർദ്ദനങ്ങളുടെയും പെല്ലറ്റ് ആക്രമണങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് വിദ്യാർത്ഥികൾ സർക്കാരിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുമായി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഡൽഹി പോലീസിനെ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ട് ഈ വിഷയത്തിൽ പാർലമെന്റിലും പൊതുസമൂഹത്തിലും മറുപടി പറയിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. പ്രതിഷേധക്കാരെ നേരിടുമ്പോൾ പോലീസുകാർ മുന്നിലും പിന്നിലും ക്യാമറകളുണ്ടെന്ന ബോധ്യത്തോടെ വേണം പെരുമാറാനെന്നും നാടകീയത ഒഴിവാക്കി സ്വാഭാവികമായി സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രതിഷേധക്കാരുടെ പ്രകോപനപരമായ ചോദ്യങ്ങളോട് ദേഷ്യപ്പെടാതെ ശാന്തമായി പ്രതികരിക്കണം. ഉദ്യോഗസ്ഥർ കോപത്തോടെ പെരുമാറുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീലുകളായും ട്രോളുകളായും വൈറലാകുന്നത് തടയാൻ മിണ്ടാതിരിക്കുക എന്ന തന്ത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് മാത്രം അവരോട് പറഞ്ഞ് ശാന്തരാകണം. പ്രതിഷേധക്കാർ ഉച്ചത്തിൽ കരയുകയോ ബോധപൂർവം നിലത്ത് കിടന്നുരുളുകയോ ചെയ്തേക്കാം. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യമായി പൊട്ടിത്തെറിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വനിതാ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മുന്നിട്ടിറങ്ങണം. പ്രതിഷേധക്കാർക്ക് പരുക്കേൽക്കുകയോ ബോധരഹിതരാകുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈയെടുത്ത് ആംബുലൻസ് വിളിക്കണം. കൂടാതെ പ്രതിഷേധക്കാർ നൽകുന്ന പൂക്കൾ, മധുര പലഹാരങ്ങൾ, ചായ തുടങ്ങിയവ ഒരു കാരണവശാലും സ്വീകരിക്കരുത്. കാരണം അത് പിന്നീട് തിരിച്ചടിയായേക്കാം. 18 മുതൽ 28 വരെ പ്രായമുള്ള യുവാക്കൾ പരമ്പരാഗത രീതിയിലല്ല സമരം ചെയ്യുന്നതെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും അവരുടെ കണ്ടന്റുകളായി മാറുന്നുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. 15 ജില്ലകളിലെയും റെയിൽവേ മെട്രോ യൂണിറ്റുകളിലേക്കും കൈമാറി മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നത് തെരുവിലിറങ്ങിയ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്.